ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞവരെ, 2025 നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജന്മതിരുനാളോടനുബന്ധിച്ച് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സാധാരണ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ 2024 പ്രാർത്ഥനാ വർഷമായി ആചരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അതേ അവസരത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം യുവജനങ്ങളുടെ പ്രാർത്ഥന. കാലഘട്ടത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ അനുസരിച്ച് യുവജനങ്ങളും പ്രാർത്ഥനയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് അകൽച്ചയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് യുവജനങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നും അന്യദേശങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ സാധാരണയായി അനുഭവിച്ചു വരുന്ന പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയും, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥനാ അനുഭവങ്ങളെ ഏറ്റെടുക്കുന്ന ഒരുപാട് യുവജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ പ്രാർത്ഥനയെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന വേളയിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവയിലെല്ലാം നമ്മൾ യേശുവുമായി പ്രാർത്ഥനയിലൂടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എങ്ങനെ എന്നുള്ള ചർച്ച ഈ യുവജനങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയാണ്. ഞാനടക്കമുള്ള യുവജനങ്ങൾ യുവത്വത്തിൻ്റെ നാൽക്കവലുകളിൽ വഴിതെറ്റി നിൽക്കുമ്പോൾ അവിടെയെല്ലാം പ്രചോദനമാകുന്നത് നമ്മുടെ എല്ലാം പാഠപുസ്തകമായ ക്രിസ്തുവിൻ്റെ ജീവിതയാത്രയാണ്. നമുക്കറിയാം, ചരിത്രത്തിൻ്റെ മധ്യത്തിൽ അമരജ്യോതിസ് പോലെ പിറന്നു വീണ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച യുവജനങ്ങൾക്ക്, മലമുകളിലെ മലക്കുരിശിൽ 3 ആണികൾ രക്തം ചീന്തിയ യേശു ക്രിസ്തുവിൻ്റെ രക്തം രക്ഷയായി സ്വീകരിച്ച നമുക്ക് പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ അഭയം. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ കാർല അക്യൂട്ടിസ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഹലോ ജീസസ്, ഹായ് ജീസസ് എന്നൊക്കെയാണ്. യുവജനങ്ങൾ അത്രമാത്രം യേശുവിനെ സ്വന്തം സുഹൃത്തിനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് നിർത്തുമ്പോൾ അവരറിയാതെ തന്നെ പ്രാർത്ഥനയുടെ മറ്റൊരു അനുഭവം അവരുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൗനമായി നമ്മുടെ അന്നത്തെ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് ഒരു പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ആ ദിവസങ്ങൾ ആരംഭിക്കാം. നമ്മൾ കൂടുന്നിടത്ത്, നമ്മുടെ പ്രവർത്തനങ്ങളുമായി കണ്ടുമുട്ടുന്നിടത്ത് അനുദിന പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ സംഘം, ആ ഒരു കൂട്ടായ്മ നമുക്ക് ആരംഭിക്കാൻ സാധിക്കണം. വെള്ളിയാഴ്ചകളിലെല്ലാം യുവജനങ്ങളൊന്ന് ഒത്തുകൂടുന്നതും ദൈവത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരല്പം നിമിഷങ്ങൾ മാറ്റിവെക്കുന്നതും നമുക്ക് ഈ ഒരു വർഷക്കാലം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ, നമ്മൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ, ഇതെല്ലാം പ്രാർത്ഥനയുടെ അനുഭവം ഒരുപാട് ആളുകളിലേക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ, പ്രചോദനം നൽകുന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ച് തുടങ്ങാവുന്നതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായ ഒരു കാര്യം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: യുവജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്രാമിനെ പോലെ ആവണം, മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താനാവണം, മോശയെപ്പോലെ കത്താത്ത മുൾപ്പടർപ്പിൽ ആകൃഷ്ടരാവണം, സാമുവേലിനെ പോലെ അർദ്ധരാത്രിയിലും കേൾക്കാനാവണം, മറിയത്തെ പോലെ വാതിൽ മുട്ടുന്ന കർത്താവിന് വാതിൽ തുറന്നു കൊടുക്കുന്നവരാവണം. ഇതെല്ലാം പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ യുവജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സാഹിത്യമാക്കും എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതൊരു പ്രതിസന്ധിയിലും, നമ്മൾ അകപ്പെടുന്ന ഏത് പ്രശ്നങ്ങളിലും പ്രാർത്ഥന നമുക്ക് തരുന്ന ഒരു ധൈര്യം, നമ്മുടെ കോൺഫിഡൻസ്, അത് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഒരു പടുകുഴിയിൽ നിന്ന്, ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് ജോസഫിനെ രാജാവാക്കി മാറ്റിയ ദൈവം, ആടുമേച്ച് നടന്ന ദാവീദിനെ രാജകൊട്ടാരത്തിലേക്ക് നയിച്ച ദൈവം, എനിക്ക് വിക്കുണ്ട്, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ മോശയെ ഒരു ജനതയുടെ മുഴുവൻ നേതാവാക്കി മാറ്റിയ ദൈവം, മീൻ പിടിച്ച് നടന്ന ഒരു പറ്റം സഹോദരന്മാരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ദൈവം നമ്മെ ഏവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയുള്ള ഒരുക്കങ്ങളിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കാം. നന്ദി.